ഒരിറച്ചി അല്ല സാമ്പിൾ നോക്കണല്ലോ. അടിപൊളി. അങ്ങട് അങ്ങട് ഇത് വെക്കണ്ടേ? കാറ്റ് ഇട്ടിട്ട് നല്ല അടിപൊളി ബീഫ്. എത്ര കിലോ ഉണ്ട്? 4-5 കിലോ അങ്ങോട്ട് കൊണ്ടുപോവാണ്. മോൾക്കുള്ള ഇതിപ്പോ പെട്ടി നിറച്ചും അങ്ങോട്ടേക്കുള്ള സാധനമാണ്. അരിപ്പൊടി, പിന്നെതാ ആമന്റെ പപ്പടം. ആമ ഉണ്ടാക്കിയെടുത്ത പപ്പടം ഇട്ടത് ഒരു 10 കിലോ പപ്പടം ഉണ്ട്. പിന്നെതാ പുട്ടുപൊടി. ഇതൊക്കെ അവിടെ കിട്ടുന്ന സാധനങ്ങളാട്ടോ. പക്ഷെ ഇതൊക്കെ കൊണ്ടുപോകണം. ആകെ 30 കിലോനെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇനിയിപ്പോ ഇന്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഞാൻ കൊറിയർ അയക്കേണ്ടി വരും. ഇതൊന്നും ഇനിയിപ്പോ കൊണ്ടുപോകാൻ കഴിയില്ല. അതാണ് അവസ്ഥ. ഇത് നോക്കി എന്തൊക്കെയുള്ളത് അറിയോ? ഇതൊന്നും അവിടെ കിട്ടാത്ത മാതിരി അവസ്ഥ. എനിക്കിപ്പോ ഇന്റെ കുറെ സാധനങ്ങൾ കൊണ്ടുപോകണം. അതൊന്നും ഇപ്പൊ കഴിയാത്ത അവസ്ഥ. അപ്പൊ കുറച്ച് ഓയിൽ, MS-ന്റെ ഓയിൽ കൊണ്ടുവന്നുണ്ട് നമ്മളെ. അത് ഇത് മിക്കവാറും 30 കിലോന്റെ മേലെ വരും. എന്താ ചെയ്യാന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്താ ആ ഇറച്ചിയൊക്കെ എങ്ങനെ ഇതിലേക്ക് വെക്കുക? അല്ല, ഇറച്ചും തേങ്ങയും. അതാണ് ഫ്രിഡ്ജില് തേങ്ങ ചിരവിയാണ്ട് അത് കൊണ്ടുപോവുക. അതും അവിടെ കിട്ടുട്ടോ. ഈ സാധനമൊക്കെ അവിടെ കിട്ടുന്നതാണ്. അത് ആമയാണ് അതിന്റെ ആള്. ആമ ചക്ക ഉണ്ട് പറഞ്ഞിനി. പിന്നെ ഞാന് വേണ്ടാന്ന് പറഞ്ഞാണ്. വേറെന്താ ഉള്ളത്? ഇപ്പൊ ഈ ബാഗിലേക്ക് ഇതിലൊരു 7 കിലോ പൂട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലൊരു അതിന്റെ ഡ്രസ്സ് എനിക്കറിയില്ല എന്താ ചെയ്യാന്ന്. ഒരു ഐഡിയ ഇല്ല. ഓക്കെ. നിങ്ങള് പോരണോ? ആഗ്രഹമുണ്ട്. അവിടെ ആമാർ ഇങ്ങോട്ട് പോരണം. എന്റെ തന്നുമോനെ കാണണേ അറിയാം. ആണുങ്ങള് ഇങ്ങോട്ട് വരും, പെണ്ണുങ്ങളെത്തേക്ക് അങ്ങോട്ട് പോകട്ടോ. അത് അന്ന് ഞാനും ജിനു ഇസൊക്കെ ഒരുമിച്ച് ടിക്കറ്റ് എടുത്തായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ പോരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. ഇവിടെ നമ്മൾ കമ്പനി ഇനാഗ്രേഷൻ കഴിയാത്തതും പിന്നെ വേറെയും 1-2 കാര്യങ്ങളൊക്കെ ബിസിനസ് പരമായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നടക്കൂല. അപ്പൊ അവിടെ അതെ. അപ്പൊ ജിനുവിന് ആ ടിക്കറ്റ് ക്യാൻസൽ ആക്കേണ്ട ജിനുവിന് അങ്ങനെ വിട്ടു. അപ്പൊ 15-ാം തീയതിയാണ് ജിനു പോയത്. ഇന്നിപ്പോ 24, നാളെ 29. ഏകദേശം 15 ദിവസത്തിന്റെ അടുത്തായി ജിനു അവിടെ ഒറ്റക്ക് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിക്കുന്ന. അതെ, നാളെ പോവാണ്. പിന്നെ അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ അറിയാലോ. നമ്മളെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ എന്താ സംഭവം എല്ലാവർക്കും അറിയാലോ. നമ്മളെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു. അതായത് നമ്മളെ MS നാച്ചുറൽ പ്രൊഡക്റ്റ് ഈ സാധനം എക്സ്പോർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഏകദേശം ഈ അടുത്ത മാസം 10-ാം തീയതിനുള്ളിൽ അവിടെ സാധനം സെയിൽ തുടങ്ങും. അപ്പൊ അപ്പൊ ദുബായിലുള്ള ആളുകൾക്ക് ഇനി ഈ സാധനം അവിടുന്ന് തന്നെ കിട്ടും. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതാണ് നമ്മളെ പരിപാടി. അപ്പൊ എന്താ ബിസിനസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആളുകള്. അപ്പൊ അതാണ് നമ്മളെ പരിപാടി. നമ്മളെ സാധനം ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുക, നമ്മൾ തന്നെ സെയിൽ ചെയ്യുക. അതെ അറിയാം. നമ്മളെ പ്രോഡക്റ്റിന്റെ വാല്യൂ അറിയണവർക്ക് അറിയാം. ഹെയർ ഓയിൽ ആയാലും സ്കിൻ ഓയിൽ ആയാലും വാങ്ങിയവരെന്നെ വീണ്ടും വാങ്ങുന്നതിന്റെ റിസൾട്ട് കൊണ്ട് അല്ലേ മാത്രമാണ്. ഇതിന്റെ മുന്നേ നമ്മള് കമ്പനി ജസ്റ്റ് ഒരു വ്ളോഗ് എടുത്തിന്. നമ്മളെ കമ്പനി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി. നമ്മളെ കമ്പനി മിനിയൂട്ടിയിലാണ് വരുന്നത്. അതെ. ചാടിക്കാണ്. എന്താ പഴം പുഴുങ്ങിയത് അല്ലേ മാ? പഴം സ്റ്റീമാണിത് അതോ സ്റ്റീം ചെയ്ത പഴല്ലേ? ആ കുഴപ്പമില്ല. ഇറങ്ങാൻ പോവാണ്. പെട്ടൊക്കെ സെറ്റാക്കി. രാവിലെ 5-5:30 അമ്മ വലിച്ചു കയറ്റുണ്ട് മൂക്കിക്ക്. മൈക്കൊന്നും പോക്കല്ലേ. നിങ്ങളോട് പോരി കേട്ടോ. ഞാൻ വിളിക്കുമ്പോട്ട് പോരി. അത് പെട്ടെന്നെത്തോടെ.
ആ സീറ്റ് അല്ലെങ്കിൽ പഠിത്തം യാത്ര സഫലമാക്കി തരട്ടെ. അസ്സലാമലൈക്കും. സിമോ ഷാനു എല്ലാവരും കേട്ടോ. ആ വിളിക്കാം. ഫ്ലൈ ദുബായ്, അതാ ദുബായിലേക്ക് പോലുള്ള ഫ്ലൈ. ഇസുകുട്ടാ എങ്ങോട്ടാ മാറ്റി പോണേ? ഇസുവോ എങ്ങോട്ടാ പോണേ? അബ്ബന്റെ അടുത്തോ? അബ്ബ വരുന്നുണ്ടെന്ന്? അബ്ബ ഫ്ലൈറ്റിൽ വരുന്നുണ്ട്. അതെ, നമ്മളെ സുൽഖാനെ കൂട്ടാൻ പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ 10:45 അവിടെ എത്തുക. അങ്ങനെ ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ മാറ്റി ഇറങ്ങാണ് സുൽഖാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഉറക്കത്തിന് നീറ്റുകൊണ്ട് എല്ലാതും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉറങ്ങി തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ തന്നെ എത്തി. കാരണം എൻ്റെ ഫ്ലൈറ്റ് കുറച്ച് നേരത്തെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുൽഖ അതേ ഫ്ലൈറ്റിലായതുകൊണ്ട് ഇനിയിപ്പോൾ അഥവാ നേരത്താണോ നേരെ വൈകിട്ടാണോ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ ഇതങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം ഇസുക്കുട്ടനോട് നമ്മളിങ്ങനെ ഓരോന്ന് ചോദിക്കാൻ, അവൻ്റെ അബ്ബ ഇപ്പോൾ വരൂലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ സുൻക ഏകദേശം വരുന്ന ടൈമിൽ അവന് സുൻഖാനെ കണ്ടപ്പോൾ ഓടി അടുത്തേക്ക് പോവാണ് കേട്ടോ. സുൻക മൈൻഡ് ചെയ്യുക, അതങ്ങനെ പോയി നോക്കുന്നുണ്ട്. അസ്സലാമലൈക്കും. അക്ക നമ്മള് കാത്തിക്കില്ലേ? ഇസുവിനെ മൈൻഡ് ചെയ്യാത്തായിരുന്നു. ഭയങ്കര മോക്ക നിന്നിഞ്ഞ ഇജുകുട്ടനെ നമുക്ക് ഒഴിവാക്കല്ലേ? ഇജുകുട്ടനെ ഒഴിവാക്കാം. അബ്ബ വന്നോ? ഇജുകുട്ടന്റെ അബ്ബ? ഞാൻ ഓനെ തുറക്കൊക്കെ പറഞ്ഞേക്കാൻ നിക്കേന്. പിന്നെ റോള് തരുന്നേ നീ ആൺകുട്ടിയോ? നമ്മൾ വന്ന ഉടനെ തന്നെ ഒരു ജ്യൂസൊക്കെ കൊടുത്ത് പിന്നെ ചായയും നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. എന്നിട്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന്. പക്ഷേ സിങ്ക് എത്തിയപ്പോഴത്തേന് തന്നെ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ലാസ്റ്റാണ് കേട്ടോ മൂപ്പർ പെട്ടിയൊക്കെ കിട്ടിയിട്ട് എത്തിയത്. അപ്പോൾ പറഞ്ഞു ഏതായാലും എനിക്കിപ്പം ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഒരു തണുപ്പുള്ള സംഭവം മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഏതായാലും ഫ്രിഡ്ജിൽ ഐസ്ക്രീമും കസ്റ്റാർഡും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായിരുന്ന ഐസ്ക്രീമും കസ്റ്റാർഡും മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മിൽക്ക് മെയ്ഡും ഐസ്ക്രീമും കസ്റ്റാർഡൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇതൊക്കെ ഒന്ന് ഡെക്കറേഷനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ടിപ്പം സുൻകാക്ക് കൊണ്ടുപോയി കൊടുക്കാണ് കേട്ടോ. തരട്ടോ എല്ലാവർക്കും തരാം. ഒരുപാടൊന്നുമില്ല, ഇത്തിരി ഇസുകുട്ടന് കസ്റ്റാർഡ് തരാം. ഐസ്ക്രീം തന്നെയാണ്. ഇതാ അപ്പന്റെ എടുത്ത് വാങ്ങിക്കോ, ആട്ടിക്കോ. ജാതി ആ കാട്ടു മോനെ ടേസ്റ്റി. സുൻക സാധാരണ ഇപ്പൊ നാട്ടിലെത്തുമ്പോഴാണ് നമ്മള് പെട്ടിയൊക്കെ പഠിക്കാൻ കാത്തിക്കളി. ഇവരിപ്പോ കുട്ടികളെല്ലാരും കാത്തിക്കണേ.
What is this? ഇതാണ് എന്റെ തേങ്ങ. ഇത്രയും തേങ്ങ ഉണ്ടല്ലോ. ചെറിയ തേങ്ങ. നമുക്കിന്ന് തേങ്ങ കൊണ്ട് കലാശക്കൊട്ടാക്കാം. പിന്നെ ഇതുവിന് കാറ് ഇതുവിന്റെ കാറ് അല്ല എയറോപ്ലെയിന് എല്ലാവർക്കും ടോയ്സ് ഉണ്ടല്ലോ. അന്നൂച്ചിന് കാറ്. പാവാണതാ അത് അതിന്റെ ഇടയില്. അല്ല എന്റെ പശോണി ഇംബ്ലി ജെല്ലി. നമ്മള് പഴയതാ കുട്ടിയൊക്കെ കൊടുത്താളി. എന്നാ ഇത് കൂട്ടനാ എന്നാ അങ്ങനെ ഗൾഫൊക്കെ വന്ന മാമൻ്റെ പെട്ടിപ്പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സിൻക്ക് പിന്നെ ഫ്രഷ് ആവാനൊക്കെ പോയി. ആ നേരം പിന്നെ നമ്മൾ രാവിലെ തന്നെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കമൊന്നും കിട്ടിയില്ല. പിന്നെ ഏതായാലും നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുറുമൻ്റെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വന്നേരം നല്ല സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും പിന്നെ അവർ കൊണ്ടുവന്നൊരു ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ തന്നെ സിൻക്ക് അങ്ങനെ പറയണ്ടേ വിശക്കുന്നുണ്ടെന്ന് നമ്മളറിഞ്ഞ് ഉപ്പ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് നിർത്തിട്ടോ. അപ്പോൾ നല്ല നമ്മുടെ ജീരകശാലൻ്റെ നെയ്ച്ചോറ് അരിയൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഇനി ഒറ്റ വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഇതാ വരണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നെയ്ച്ചോറൊക്കെ വിസിലടിച്ച് നല്ല സൂപ്പറാക്കി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ഭയങ്കര ചൂടോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്ത് വെക്കുകയാണ്. സിൻകക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വിഷ്ണുമിച്ചിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കണ്ണ് മാളിപ്പോയി. അപ്പോൾ തന്നെ നമ്മൾ ഫുഡായി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ പിന്നെ വന്നിരുന്ന് ഏതായാലും വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് വിശ്രമിക്കാൻ പറഞ്ഞിട്ട്. നല്ല ക്ഷീണം ഉണ്ടാകും, കാരണം നമ്മൾ യാത്ര ചെയ്ത് വന്നാൽ തന്നെ നമുക്കൊരു ക്ഷീണമാണല്ലോ. പിന്നെ ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊക്കെ ചെയ്തില്ല. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ മാഷാല്ലാ ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് സിൻകക്ക്. പിന്നെ നമ്മൾ ഇന്ന് എന്തായാലും ഈ വ്ളോഗ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ പുതിയ അപ്ഡേഷനൊക്കെ ആയിട്ട് നമ്മൾ വരും. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.